ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നല്ല ചൂടുകാലമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയ ഒരു സമ്മർ ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ കോട്ടൺ ക്ലോത്തും അതുപോലെ ചെറിയൊരു പീസ് ഒരു റെഡ് കളർ ക്ലോത്തും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോട്ടൺ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിടാം. വീഡിയോയിൽ കാണുന്നത് പോലെ 4ആയിട്ട് നമുക്ക് മടക്കിയിടാം. ഇത് 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെയൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 16.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിതിൽ 15 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ 1.5 ഇഞ്ചിൻ്റെ ഒരു ഫ്രില്ലും വരും ഇതിൽ. ഷോൾഡർ ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ടേക്ക് ആം ഹോളും ഒരു 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നത്. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചസ് ആണ്. അതിൻ്റെ 1/4 ഭാഗം എടുക്കുമ്പോൾ 5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ചേർത്തിട്ട് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്കിത് താഴത്തോട്ടേക്ക് ഇതുപോലെ വരച്ചെടുക്കാം. താഴെ ഞാനൊരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് കയറ്റിയിട്ടൊരു മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ വരച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 സൈഡും ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ആം ഹോളും വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസ് കിട്ടും, ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ട്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസാണ്. അത് നമുക്കിതിൻ്റെ ആം ഹോളിൻ്റെ സൈഡിൽ ഞാൻ ഈ കാണിക്കുന്ന മാതിരി ഇതുപോലെ വെക്കണം. ഇതുപോലെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കുക. പിന്നെ ബാക്ക് പീസിലും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ആ ക്രോസ് പീസ് ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോളിലും അതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ ആം ഹോളിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയുടെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ മടക്കണം. എന്നിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആം ഹോൾസിലും ചെയ്തെടുക്കണം. ഇത് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആം ഹോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 പീസിലും അതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ ടോപ്പ് പാർട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കുക. പിന്നെ വീണ്ടും ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ മറ്റേ പീസിലും ചെയ്തെടുക്കണം. 2 പീസിലും സെയിം ആണ് എല്ലാം ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ അതുപോലെ 2 പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും. ഇനി ഈ ഫ്രോക്കിൻ്റെ താഴത്ത് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 3 ഇഞ്ച് വിഡ്ത്തുള്ള 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ലെങ്ത്തിൽ എടുക്കണം ഇത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിതിൽ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഫ്രിൽസ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രിൽസ് ഇടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആദ്യം ഞാൻ ഇതുപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കുന്നത്. ഓരോരോ ഞൊറിവായിട്ടിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് പോവാം.
ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ള 2 പീസിലും ഞാൻ ഇതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഫ്രോക്കിൻ്റെ താഴത്തെ പാർട്ടിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് താഴെ ഇതുപോലെ ഈ ഫ്രിൽസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അറ്റത്തെ കൂടെ ഒന്ന് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസിലും ചെയ്തെടുക്കാം. ഇത് 2 പീസിലും ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് താഴെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റേ പീസിലും 2 പീസിലും ഞാൻ അതുപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ബാക്ക് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. എന്നിട്ട് ഈ സൈഡിലേക്കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. 2 പീസും കൂടി 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്യാം. ഞാൻ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി ഇതിൻ്റെ മേലെ കെട്ടാനുള്ള നാടി ഉണ്ടാക്കിയെടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇടാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. അതിന് 25 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. അത് നമുക്ക് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് തിരിച്ചിടണം. അതിന് ഇതുപോലെ ഒന്ന് പിന്ന് കുത്തിയിട്ട് ആ പിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ടിട്ട് തിരിച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ അത് കുത്തി എടുത്തിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 2 പീസും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഉടുപ്പിൻ്റെ അകത്തേക്കൂടി ഇടണം. അതിന് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് നാടയുടെ അറ്റത്ത് ഒരു പിന്ന് കുത്തിയിട്ട് ആ ഹോളിനകത്തേക്കൂടി അത് ഇട്ടിട്ടെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയ നാടയുടെ അറ്റത്ത് നമുക്കൊരു ലഡ്കൻ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ചെറിയ 4 സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അറ്റത്ത് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതേപോലെ ഈ നാടയുടെ 4 വശത്തും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നാടയുടെ 4 വശത്തും അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബേബി ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.